സിനിമയിലെ വയലൻസിന് വ്യക്തികളെ സ്വാധീനിക്കാൻ കഴിയുമോ? എന്നാൽ കഴിയുമെന്ന് തന്നെയാണ് ഇതിന്റെ സൈക്കോളജിക്കൽ ആൻസർ എന്നുള്ളത്. അതായത് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഒരാളിൽ എത്തുന്ന കാര്യങ്ങളെല്ലാം അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റിലെ മറ്റ് മീഡിയംസ്, TV, സിനിമ, അതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ദിനംപ്രതി കേൾക്കുന്ന ന്യൂസ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടങ്ങി കൊള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വരെ ഒരു വ്യക്തിയെ മാനസികമായി സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മാനസികമായി സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ്. മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികളെ ആയിരിക്കും ഇത് സ്വാധീനിക്കുക. ഇനി സിനിമകളിലെ വയലൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ വ്യക്തികളിലും വയലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇത്തരം സിനിമകൾ നമ്മൾ കാണുമ്പോൾ അത് ഉണരാനുള്ള ചാൻസ് ആണ് വർദ്ധിച്ചു വരുന്നത്. സൈക്കോളജിയിലെ കുറച്ച് തിയറീസ് തന്നെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവയാണ് ഇവയെല്ലാം എന്നുള്ളത് തന്നെ. ഡീസെൻസിറ്റൈസേഷൻ തിയറി. ആദ്യമായി വയലൻസ് കാണുന്ന ഒരാൾക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാകുന്നു. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരു രീതിക്കുള്ള ഫിയറോ ആൻസൈറ്റിയോ ഒന്നും തന്നെ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ഇത്തരം വയലൻസ് നിറഞ്ഞ സീനുകൾ മാത്രം കാണുന്നത് അവർക്കൊരു ഹരമായി മാറുന്നു. ഇത്തരക്കാർക്ക് എമ്പതി കുറഞ്ഞു വരുന്നു. ഇനി സോഷ്യൽ ലേണിംഗ് തിയറി പരിശോധിച്ചാൽ നായകൻ എല്ലാവരെയും കൊല്ലുന്നു, വില്ലൻ എല്ലാവരെയും കൊല്ലുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല ചെയ്യാമെന്നുള്ള ചിന്താഗതിയിലേക്ക് വ്യക്തികൾ എത്തിയേക്കാം. ജനറൽ അഗ്രഷൻ മോഡൽ പരിശോധിച്ചാൽ വയലൻസ് നിറഞ്ഞ മൂവീസ് കാണുമ്പോൾ ഒരു വ്യക്തിയിൽ അഗ്രസീവ് ബിഹേവിയർ, അഗ്രസീവ് തോട്ട്സ്, അഗ്രസീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. വയലൻസ് നിറഞ്ഞ ഗെയിംസും കുട്ടികളെയും മുതിർന്നവരെയും സാരമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമകളിലെ വയലൻസ് മാത്രമല്ല, സമീപകാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം പരിശോധിച്ചാൽ മദ്യം, പുകവലി, മയക്കുമരുന്ന്, ഗുണ്ടായിസം, തെറിവിളി, കാമം, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടാതിരിക്കുക, കള്ളത്തരം കാണിച്ചവർ ശിക്ഷിക്കപ്പെടാതിരിക്കുക, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നെഗറ്റീവ് കാര്യങ്ങളാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ഇവയെല്ലാം മാറ്റി നിർത്തേണ്ടവ തന്നെയാണ്.